ഗുഡ് മോർണിംഗ്. സത്യത്തെക്കുറിച്ച് നമുക്കൊന്ന് വിശകലനം ചെയ്യാം. എന്താണ് സത്യമെന്ന്? സത്യം എന്താണ് സത്യം? എല്ലാവർക്കും ഒരേ സത്യമായിരിക്കുന്നില്ല അല്ലേ? സത്യത്തിൽ സത്യം ലോകവ്യാപകമായി ഒരേ തലത്തിൽ തന്നെ നിൽക്കണം. ട്രൂത്ത് ഇസ് ഡൈനാമിക്. ലോകത്ത് മുഴുവൻ ഒരു സത്യം മാത്രമേ ഉള്ളൂ. ആൻഡ് ട്രൂത്ത് ഹാവ് ഡിഫറെൻറ്റ് ഫേസസ്. സത്യത്തിന് പല മുഖങ്ങളുണ്ട്. നാം അറിഞ്ഞതും നമ്മുടെ ചുറ്റുമുള്ള അറിവിൽ നിന്ന് ലഭിച്ചതും നാം വായിച്ചതിൽ നിന്നും പഠിച്ചതിൽ നിന്നും ഗുരുക്കന്മാരിൽ നിന്ന് ലഭിച്ചതും മാതാപിതാക്കളിൽ നിന്ന് ലഭിച്ചതും സമൂഹത്തിൽ നിന്ന് ലഭിച്ചതും ഒക്കെയുള്ള അറിവാണ് നമ്മുടെ പുസ്തകങ്ങളിൽ വായിച്ചിട്ടുള്ള ഗ്ലോബൽ ട്രൂത്തുകൾ ഒക്കെയാണ് നമ്മുടെ ഉള്ളത്. പക്ഷേ അതിനും അപ്പുറത്ത് ഒരു സത്യമുണ്ട്. സത്യത്തിന് 3 ലെവലുകളാണുള്ളത്. ആദ്യത്തെ സത്യം സാധാരണമായ സത്യം, ലെവൽ 1. ആൻഡ് രണ്ടാമത്തെ സത്യം അതിനേക്കാളും വിശാലമായതാണ്. നാം അറിഞ്ഞത് മാത്രമല്ല, അതിൻ്റെ അപ്പുറത്തും കുറേ കാര്യങ്ങളൊക്കെ അറിയാനിരിക്കുന്നു. അതറിയാൻ ശ്രമിക്കുന്നതാണ് രണ്ടാമത്തെ തത്വം. മൂന്നാമത്തത് ഒരു സർവമതതത്വമാണ്. ലോകത്തുള്ള എല്ലാ കാര്യങ്ങളെക്കുറിച്ചും ഒരു ഉൾക്കാഴ്ചയോടുകൂടി കാണാനായിട്ട് സാധിക്കുന്നതാണ് തേർഡ് ലെവൽ ഓഫ് ട്രൂത്ത്. പിന്നെ സത്യത്തിനും പല മുഖങ്ങളുണ്ട്. ഒരു കുഞ്ഞിനറിയുന്ന കാര്യമല്ല ഒരു യോഗി പ്രാക്ടീഷണർക്കറിയാം. അല്ലെങ്കിൽ ഒരു കുഞ്ഞിനറിയുന്ന കാര്യമല്ല ഒരു മുതിർന്ന ആൾക്കറിയാം. സത്യം അപ്പോൾ വ്യത്യസ്തമാണ്. സത്യം വിചിത്രവുമാണ്. സത്യത്തിലേക്ക് കൂടുതൽ വിശകലനം ചെയ്തു പോകുമ്പോൾ ലോകം മുഴുവനും നിറഞ്ഞു നിൽക്കുന്ന ഈ സത്യമെന്ന അവസ്ഥ അത് ഏകമാണ്. അത് വ്യത്യസ്തമല്ല. ഒരു രാജ്യത്ത് വേറെ സത്യം, മറ്റൊരു രാജ്യത്ത് വേറെ സത്യം. കാഴ്ചപ്പാടുകളും രീതികളും വ്യത്യാസമുണ്ടെങ്കിലും സത്യം ഒന്ന് തന്നെയാണ്. ഈ ലോകത്തെ നാം ശരിയായ രീതിയിൽ ഒരു യോഗി പരിശീലനങ്ങളിൽ കൂടി കാണുമ്പോൾ, അല്ലെങ്കിൽ ഓരോ റിലീജിയസ് ആയിട്ടുള്ള സ്ക്രിപ്റ്റുകൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും എല്ലാതും ഒന്ന് തന്നെയാണെന്ന്. പിന്നെ അഡീഷണലായിട്ട് ഒന്നും എഴുതി ചേർക്കുന്നതൊക്കെ വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചപ്പാടുകളാണ്. ഒരു മതഗ്രന്ഥം അതിൽ പറഞ്ഞ ശരിയായിട്ടുള്ള ആചാര്യന്മാരാൽ സൃഷ്ടിക്കപ്പെട്ട ഒരു മഹനീയമായ ഒരു റിലീജിയസ് ഗ്രന്ഥം, അതിൽ പറയുന്ന ആ ആധ്യാത്മിക തലത്തിൽ, ഈശ്വരീയമായ തലത്തിൽ അത് തയ്യാറാക്കപ്പെട്ടത് ഒരു സർവമത തത്വമാണ്. ഇത് പലരും തിരിച്ചറിയുന്നില്ല എന്നുള്ളതാണ് വിഷമകരമായ കാര്യം. നാം ഒന്നാണ്, നാം ഒന്നിൻ്റെ ഭാഗമാണ്, ഒരു ഈശ്വരൻ്റെ ഭാഗമാണ് എന്ന് നമുക്ക് തിരിച്ചറിയാനുള്ള ഒരു സാവകാശം ആർക്കും ഇല്ലാതെ പോകരുത്. എല്ലാവരും സഹോദരന്മാരാണെന്നും എല്ലാ രാജ്യക്കാരും നമ്മുടെ സഹോദരന്മാരും സഹോദരിമാരുമാണെന്നും നമുക്ക് തിരിച്ചറിയാനുള്ള ഒരു വൈഭവം നമുക്ക് ധ്യാന പരമ്പരകളിൽ കൂടെയൊക്കെ നമ്മുടെ ആ തലത്തിലേക്ക് നമ്മെ ഉയർത്താനായിട്ട് സാധിക്കും. നാം പഠിച്ചതും മനസ്സിലാക്കിയതും മാത്രമല്ല, അതിനപ്പുറത്തൊരു വലിയ വിശാലമായ അറിവ് ഉണ്ട് എന്നുള്ളത് നാം എല്ലാവരും അറിഞ്ഞിരിക്കേണ്ടതാണ്. ഞാൻ പറഞ്ഞത് മാത്രമാണ് ശരി, അല്ലെങ്കിൽ ഞാൻ മനസ്സിലാക്കിയത് മാത്രമാണ് ശരി, എൻ്റെ കാഴ്ചപ്പാട് മാത്രമാണ് ശരിയെന്ന് പറയുന്നത് അവരവർക്ക് അറിവിൻ്റെ പ്രകാശം കൂടുതൽ കിട്ടേണ്ടിയിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. ലോകത്ത് എല്ലാവർക്കും സമാധാനവും സന്തോഷവും സൗഭാഗ്യങ്ങളും ഉണ്ടാവാനായിട്ട് നാം എല്ലാ മനുഷ്യരും ഒരേപോലെ ചിന്തിക്കുകയും മറ്റുള്ളവന് സന്തോഷമുണ്ടാകുന്നത് കാണാൻ ആഗ്രഹിക്കുകയും മറ്റുള്ളവർക്ക് ദുഃഖങ്ങളില്ലാതിരിക്കാൻ പ്രാർത്ഥിക്കുകയും അതുപോലെ തന്നെ അവരെ സഹായം ചെയ്യാൻ സാധിക്കുന്നതും ഒക്കെ ജീവിതത്തിൻ്റെ അമൂല്യമായ ചിന്താതലങ്ങളിൽ നിന്നും ഉത്ഭവിക്കുന്നതാണ്. അതിന് അങ്ങനെ തോന്നാനും നന്മയായിട്ടുള്ള ഒരു പ്രകാശം നമ്മിൽ ഉയരാനും മികച്ച ഒരു ഹ്യൂമൻ ബീയിങ്ങായിട്ട് മാറാനും ഒരു വെൽ ബീയിങ്ങായി മാറാനും ഒക്കെ നാം ചില സാധനകൾ
പരിശീലിക്കേണ്ടുന്നത് നല്ലതായിരിക്കും. ഇവിടെ മഹാത്മാ ചവാക്കോക്സിൻ്റെ മാസ്റ്ററുടെ പത്നി, ദ കമ്പൈലർ ഓഫ് ദ ഓൾ ബുക്സ്, ഷാർലറ്റ്, ഇവരുടെയൊക്കെ എല്ലാ സ്വർഗീയമായ അനുഗ്രഹങ്ങളും ഞാൻ ലഭിക്കാൻ എനിക്ക് അവസരമുണ്ടായി. അവരുടെ അനുഗ്രഹം ലഭിക്കാനായി യോഗ പ്രാണവിദ്യ എന്ന ടീച്ചിങ് സമ്പ്രദായങ്ങളിലേക്ക് നാം ആരായിരിക്കുന്നു, എന്താണ് സത്യം, മികച്ച സത്യം ഏതാണ് എന്ന ഒരു തിരിച്ചറിവുണ്ടാകാനായി സഹായിക്കും നമ്മെ. ധ്യാന പരമ്പരകളിൽ കൂടെയും സ്പിരിച്വൽ ജേണികളിൽ കൂടെയും അതിൽ നിന്നും കളയുന്ന നമ്മെ ശരിയായ രീതിയിൽ ചിന്തിക്കാൻ സഹായിക്കാത്ത തടസ്സങ്ങളായിട്ട് നിൽക്കുന്നവയെ എടുത്ത് കളഞ്ഞ് ശരിയായ മാർഗരീതിയിൽ മുന്നോട്ട് പോകാനും അത് ജീവിതത്തെ ഏറ്റവും മികച്ചതാക്കാനും യോഗ പ്രാണവിദ്യയുടെ കോഴ്സുകളൊക്കെ സഹായിക്കും. ഇവിടെ തൃശ്ശൂർ എനിക്കൊരു സെൻറ്ററുണ്ട്. പിന്നെ ചില കോഴ്സുകളൊക്കെ ഓൺലൈനിലായിട്ട് പഠിപ്പിക്കാനുള്ള അവകാശം നമ്മുടെ ഫൗണ്ടേഷൻ തന്നിട്ടുണ്ട്. ഫൗണ്ടേഷൻ, ദ ഇന്നർ സയൻസസ് ഇന്ത്യ ട്രസ്റ്റ്, now it's working at Kolkata. It was before it was Delhi, and then after it was in Chennai. Now it's working at Calcutta. കൽക്കട്ടയിൽ കുറേ സൗകര്യപ്രദമായിട്ടുള്ള രീതിയിൽ അതിനെ മികച്ചതായി വരുംതോറും ചില മാറ്റങ്ങൾ കൈവരുത്തിയതുകൊണ്ട് ബുക്സ്, സർട്ടിഫിക്കറ്റ്സൊക്കെ അവിടെ നിന്നാണ് വരിക. അവിടെ നിന്നാണ് ആ റിഫൈൻ ചെയ്ത് ടീച്ചിങ്ങൊക്കെ എപ്പോഴും മഹാത്മാ ചവാക്കോക്സി തയ്യാറാക്കിയ ടീച്ചിങ് സമ്പ്രദായങ്ങൾ തന്നെ. ഷാർലറ്റ് കൂടെ തയ്യാറാക്കിയ കുറേ അഡീഷണൽ ആയിട്ടുള്ള കാര്യങ്ങളും കൂടെ മാസ്റ്ററുടെ മരണശേഷം ഷാർലറ്റ് ഒരുപാട് ബുക്സ് എഴുതിയതാണ്. ഷാർലറ്റ് മാസ്റ്റർ മഹാത്മാ ചവാക്കോക്സിയും കൂടി മാസ്റ്റർ ചവാക്കോക്സിയുടെ കണ്ടെത്തലുകൾ ഒക്കെ അവർ നോട്ട് ചെയ്ത് വെച്ചിരുന്നതൊക്കെ അഡീഷണലായിട്ട് പുതിയ പാഠപദ്ധതികളിൽ എല്ലാത്തിനെയും ഞാൻ മുന്നേ ഉണ്ടായിരുന്ന ഫൗണ്ടേഷനിൽ പഠിപ്പിച്ചിരുന്ന ആളായിരുന്നു. പക്ഷെ ഷാർലറ്റിൻ്റെ ഫൗണ്ടേഷൻ രൂപീകൃതമാകുകയും അത് കുറേയും കൂടെ പ്യൂരിറ്റിയിൽ കുറേയും കൂടി ഒരു റിസർച്ച് ചെയ്യാൻ താല്പര്യപ്പെടുന്ന ഒരു വിദ്യാർത്ഥിക്ക് പോലും, ഇത് പഠിക്കുന്ന വിദ്യാർത്ഥിക്ക് കൂടുതൽ ആഴങ്ങളിലേക്ക് പോകാനുള്ള റെഫറൻസുകൾ അടക്കമാണ് ഷാർലറ്റ് ബുക്കുകൾ തയ്യാറാക്കിയിട്ടുള്ളത്. ഷാർലറ്റും ഒരുമിച്ചിരുന്ന് തയ്യാറാക്കിയുള്ള ഗ്രന്ഥങ്ങളിൽ നിന്ന് അവർ അതിൽ ആഡ് ചെയ്ത് മാസ്റ്ററുടെ ഓരോ കോട്ടിങ്സുകളൊക്കെ ചേർത്തുകൊണ്ടാണ് പാഠ്യപദ്ധതി തയ്യാറാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കുറേ കൂടി ഒരു വിശാലമായൊരു ലോകത്തേക്ക് നാം തുറക്കപ്പെടുന്നു എന്നുള്ളതാണ്. എല്ലാവർക്കും ഷാർലറ്റിൻ്റെയും മാസ്റ്റർ മഹാത്മാ ചവാക്കോക്സിയും അനുഗ്രഹം ഉണ്ടായി ജീവിതത്തെ ഏറ്റവും മികച്ചതാക്കാനായിട്ട് സഹായിക്കാനുള്ള, അവർ ഇന്ന് ശരീരത്തിലില്ലെങ്കിലും അവർ ഇന്ന് ലോകനന്മയ്ക്ക് വേണ്ടി നമുക്ക് അപ്പുറത്തായി, നമുക്ക് മുകളിലായി, അല്ലെങ്കിൽ നമുക്ക് അപ്പുറത്തായി ഉന്നതമായ ഊർജ തലത്തിൽ അവർ നിന്ന് നമ്മെ അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാവർക്കും ലോക സമസ്ത സുഖിനോ ഭവന്തു എന്ന തത്വമായിരിക്കുമല്ലോ ഗുരു പരമ്പരകളൊക്കെ ആഗ്രഹിക്കുക. സത്യത്തിലുള്ള ഗുരുക്കന്മാർ ലോകത്തിനെക്കുറിച്ച്, ലോകത്തിലുള്ള ജനങ്ങൾക്ക് വേണ്ടി, ലോകത്തിലുള്ള എല്ലാ ജീവജാലങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്നുള്ളതാണ് നാം തിരിച്ചറിയേണ്ടത്. അവർ ഹോളി പദവിയിലുള്ള ഗുരുവായിട്ട് അവരൊരു ഊർജ്ജ തലത്തിലായിട്ട് നിലനിൽക്കുന്നു എന്നുള്ളതാണ്. നമുക്ക് സങ്കല്പിക്കാൻ പറ്റാത്തൊരു ലോകത്താണ് അവരുള്ളത്, നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്തൊരു ലോകത്താണുള്ളത്. പക്ഷെ അവരുടെ എനർജി ഇവിടെ നിന്ന് നഷ്ടപ്പെടുന്നു പോകുന്നില്ലല്ലോ, എനർജിക്ക് നാശമില്ലല്ലോ. അതുകൊണ്ട് അവരൊരു ഡിഫറെൻറ്റ് പ്ലെയിനിൽ നിന്നുകൊണ്ട്, ഡിഫറെൻറ്റ് സ്ഫിയറിൽ നിന്നുകൊണ്ട് നമ്മയൊക്കെ അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നു. ലോകത്തിന് വേണ്ടി അവർ എന്തൊക്കെ അവരുടെ ഊർജാവസ്ഥകളിൽ നിന്നും ചെയ്യാവുന്നത് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ സത്യം എപ്പോഴും നാം മനസ്സിലാക്കുന്നത് മാത്രമല്ല, നാം അറിഞ്ഞിരിക്കുന്നത് മാത്രമല്ല, സത്യം വളരെ ഡൈനാമിക്കാണ്. സത്യം, ട്രൂത്ത് ഹാസ് ഡിഫറെൻറ്റ് ഫേസസ് ആൻഡ് ഡിഫറെൻറ്റ് ഫേസസ്. താങ്ക് യു രഞ്ജിത്ത്. നമസ്തേ. ഇന്നൊരു നല്ല ദിവസം, വലിയൊരു നല്ല ദിവസമായി, സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സമൃദ്ധിയുടെയും ദിവസമായി തീരാൻ നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തട്ടെ. സ്നേഹം.